ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചയിലെ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. ആര്യൻ, ബിന്നി, നൂറ, ഒനിയൽ, ആദില, രേണു, അഭിലാഷ് എന്നിവരാണ് വോട്ടിങ്ങിനുള്ളത്. അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് നൂറ തന്നെയാണ്. നൂറയ്ക്ക് അനുമോളുടെ വോട്ടൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടാവാം. ഒന്നാം സ്ഥാനത്ത് തുടക്കത്തിൽ മുതൽ ഒന്നാം സ്ഥാനത്തുള്ളത് നൂറ തന്നെയാണ്. രണ്ടാം സ്ഥാനത്തുള്ള ബിന്നിയാണ്. ബിന്നിക്കും നല്ല വോട്ടുകൾ കിട്ടുന്നുണ്ട്. കാരണം ബിന്നി എന്ന് പറയുന്നത് TV സീരിയലിൽ വന്നതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെ ഒക്കെ വോട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് ബിന്നിക്ക്. അതുകൊണ്ട് ബിന്നി രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് അഭിലാഷാണ്. അഭിലാഷിനും അത്യാവശ്യം നല്ല വോട്ടുകൾ കിട്ടുന്നുണ്ട്. ഒരു സേഫ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇവരൊക്കെ. നാലാം സ്ഥാനത്തുള്ളത് രേണു ആണ്. രേണുവിന് പുറത്തുനിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മത്സരാർത്ഥി രേണുവായിരുന്നു. പക്ഷേ അകത്തൊന്നും തന്നെ ചെയ്യാതിരുന്നിട്ടും രേണുവിന് അത്യാവശ്യം വോട്ടുകൾ കിട്ടുന്നുണ്ട്. രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വെറുക്കുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഓഫ് കോഴ്സ് വോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണു നാലാം സ്ഥാനത്തുണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ളത് ആദിലയാണ്. ആദിലക്കും വോട്ടുകളൊക്കെ അധികം ഇല്ലെങ്കിലും അത്യാവശ്യം സേഫ് ആണെന്ന് തന്നെ പറയാവുന്ന ഒരു മത്സരാർത്ഥിയാണ് ആദില. പിന്നെ ആറാം സ്ഥാനത്തുള്ളത് ഒണിയലാണ്. ഒണിയലിന് അത്യാവശ്യം വോട്ടുകൾ കുറവുള്ളൊരു മത്സരാർത്ഥിയാണ്. ഒണിയൽ പോകാൻ ചാൻസ് ഉള്ളൊരു മത്സരാർത്ഥിയാണ്. അത്യാവശ്യം ഗെയിം പ്ലാനൊന്നും അധികം ഇല്ല. റണ്ണായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഒണിയൽ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഗെയിം പ്ലാനൊന്നും ഇല്ലാത്തൊരു മത്സരാർത്ഥി തന്നെയാണ്. പിന്നെ ഏഴാം സ്ഥാനത്തുള്ളത് ആര്യനാണ്. ആര്യന് ഭയങ്കര ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആര്യന് ലാലേട്ടനോട് സംസാരിച്ച രീതിയിൽ മത്സരാർത്ഥികൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപാട് പേര് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ. ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്കങ്ങനെ ആര്യൻ പോകണം എന്നുള്ളൊരു അഭിപ്രായമല്ല. പക്ഷെ ആര്യൻ പോയാൽ ഒരു ഗെയിം ചേഞ്ചിങ് തന്നെ ഉണ്ടാവും. കാരണം ജിസേല്, അക്ബർ പോലെ ടീമൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അവരൊക്കെ വലിയ സംഭവമാണെന്ന്. ആര്യൻ പോകുമ്പോൾ അവർ ഭയങ്കര ഷോക്കാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരൊക്കെ ഒണിയൽ, രേണു അവരുടെ വിക്ഷനൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ മാറ്റം തന്നെ, മറ്റുള്ളവർക്ക് ഒരു ഐ ഓപ്പണർ തന്നെ ആയിരിക്കും. അപ്പോൾ നോക്കാം ആരെയാണ് പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ.